എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. വിനോദ് മാളിയേക്കല് തന്റെ അച്ഛനെ അമ്മേനെ കാണാനായിട്ട് വരുവാണ്. പിന്നീട് രാമനാഥനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് അവിടെ നിന്ന് വിനോദ്. കാരണം ഇത്രയും കാലം ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കണമെന്നും പറഞ്ഞോണ്ടാ. കാരണം ആ സമയത്താണ് മഹേഷ് അങ്ങോട്ട് വരുന്നത്. മഹേഷിനെ ഒരു നിമിഷം സ്വപ്നവല്ലി കണ്ടു. പെട്ടെന്ന് പറഞ്ഞു, ഇതേ രാമ അതേ മഹേഷ് വരുന്നുണ്ടെന്ന് പറയണം. പെട്ടെന്ന് എന്ത് ചെയ്യാണ്, അവരെ വിനോദിനെ കൊണ്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. കാരണം കണ്ടിട്ടുണ്ട്, അതോടുകൂടി തീർന്ന് മനസ്സിലായി. പെട്ടെന്ന് വിനോദിനെ കൈ പിടിച്ചൊക്കെ വലിച്ചു മാറ്റി നിർത്തുവാണ്. ഇനി അവനെങ്ങാനും കണ്ട തീർന്നു. ഈ സമയം വിനോദ് കണ്ടു മഹേഷ് അങ്ങോട്ടേക്ക് കയറി പോന്നെ. ഈ സമയം രാമനാഥൻ പറഞ്ഞു, മോനെ ഇപ്പൊ എന്താണെങ്കിലും അവനറിയണ്ട, മഹേഷ് അറിയണ്ട. കാരണം അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സഹിക്കാൻ പറ്റില്ല. ഇപ്പോഴും അവന് നിന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല. നിന്റെ പേര് കേൾക്കുന്ന പോലും അവന് ഇഷ്ടമില്ല എന്ന് പറയാണ്. എനിക്കറിയാച്ചാ, ഞാൻ അതുപോലത്തെ ചതിയല്ല എന്റെ ഏട്ടനോട് ചെയ്തേ. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു, എനിക്കറിയാന്ന് പറയാം. സ്വപ്നവല്ലി പറഞ്ഞു, സാരമില്ല മോനെ, പോട്ടെ. എന്നെങ്കിലും ഒരിക്കല് ഇനിയിപ്പോ എല്ലാ തെറ്റുകളും മനസ്സിലാക്കി നീ അവന്റെ അടുത്തേക്ക് വരണം. കാരണം ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ നീ അവനെ അകന്നിരിക്കുമായിരുന്നു. ഇനി അകന്നിരിക്കാൻ പാടില്ല. ഒന്നുമല്ലെങ്കിൽ സ്വന്തം ചോരയല്ലേ. നീ അവനെ നിന്നെ അംഗീകരിക്കും. കാരണം നീ ചെയ്ത തെറ്റുകളൊക്കെ അവന് പൊറുക്കാണ്ട് സാധിക്കും. ചേട്ടനും അനിയനും അല്ലേന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെ. പക്ഷേങ്കിൽ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ അത്ര പെട്ടെന്നൊന്നും ഏട്ടൻ പൊറുക്കുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം. സാരമില്ല, കാത്തിരിക്കാൻ മോനെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വരണ്ട. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സങ്കടമാവും. ഇത്രയും കാലം ഞങ്ങളെ പൊന്നുപോലെ നോക്കിയത് അവനാണ്. ഞങ്ങൾ ഒരു വിഷമവും അറിയിച്ചിട്ടില്ല. ഇപ്പൊ അവന്റെ മനസ്സ് ആകെപ്പാടെ കലങ്ങി മറിഞ്ഞിരിക്കുക. ചിപ്പിമോളെ കുറിച്ചുള്ള ഓർമ്മകൾ അവന്റെ മനസ്സിനറിയാം. അവളെ നഷ്ടപ്പെട്ടു പോകുന്നുള്ള വേദനയില അവൻ കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് ഞങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. ഈ കാര്യം കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. ഇത് കേട്ടത് വിനോദ് പറഞ്ഞു, ശരിയാ, എന്നെ കണ്ട കാര്യമൊന്നും പറയണ്ട ഏട്ടനോട്. എന്നെ കണ്ടെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും കൂടെ ഏട്ടൻ വെറുക്കത്തുള്ളൂ എന്ന് പറയണം. എന്നാ ശരി മോനെ, മോൻ പോയിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയണ. അങ്ങനെ വിനോദിനെ പറഞ്ഞു വിടുവാണ്. ഈ സമയം സ്വപ്നവല്ലിക്ക് രാമനാഥനും വല്ലാത്ത ടെൻഷനായിരുന്നു. അങ്ങനെ വിനോദ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി പറഞ്ഞു, എന്തെങ്കിലും ഒരിക്കല് നമ്മുടെ മകൻ നമ്മുടെ അടുത്തേക്ക് വരുമായിരിക്കില്ലേ, മഹേഷ് അവനെ അംഗീകരിക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കാം. ഒന്നും പറയാൻ പറ്റില്ല സ്വപ്നം. കാരണം മഹേഷിന്റെ മനസ്സാണ് അവൻ ആകെപ്പാടെ തകർന്നിരിക്കുന്ന. കാരണം അത്രയ്ക്ക് നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ വിനോദ് ചെയ്ത് കൂട്ടി വെച്ചത്. എല്ലാവരുടെ മുന്നിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെയല്ലേ അവൻ തല്ലിയത്. അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്നാലും ചേട്ടനായതുകൊണ്ട് ഒരു പക്ഷേ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ കഴിഞ്ഞിരിക്കുമല്ലേന്ന് ചോദിക്കണം. അത് ശരിയാന്ന് പറയണം. പിന്നീട് ഡോക്ടർ ഇഷിത പതിവ് പോലെ ഹോസ്പിറ്റലിൽ ചെന്ന് തന്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇഷിതയുടെ ഫോണിലേക്ക് ആഷിതയുടെ കോള് വരുന്നത്. കോള് വിളിച്ചിട്ട് ഇഷിതയോട് ചോദിച്ചു, സുഖമാണ് എന്ന് ചോദിക്കണം. അതെ, എന്താ ആഷി ചേച്ചി ഇപ്പൊ എന്താ വിളിച്ചതെന്ന് ചോദിക്കാം. ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു, അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയും. എന്ത് കാര്യം? അല്ല, ഇഷുവിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച്. കല്യാണക്കാര്യത്തെ കുറിച്ചാ? അതെ, എന്നോട് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞേ അച്ഛനൊരു ചെറുക്കനെ ആലോചിച്ചിട്ടുണ്ട്, നല്ലാന്നാ പറഞ്ഞേ. നമ്മുടെ അച്ഛനും ആലോചിച്ചല്ലേ, അപ്പൊ എന്താളും മോശമാവാൻ വഴിയില്ലാന്ന് പറയണം. ഇത് കേട്ടതും ഇഷ്ടതൊന്നും മിണ്ടില്ല. എന്താ ഇഷ്ടം നീ മിണ്ടാത്ത? നിനക്ക് ഇഷ്ടമില്ലെന്ന് ചോദിക്കാം. അത് പിന്നെ ഇഷ്ടക്കേടൊന്നും ഇല്ല ചേച്ചി, പക്ഷെ എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമാന്ന് പറയാ. എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ ചിപ്പിമോള് തന്നെയല്ലേ. ചിപ്പിമോളെ നഷ്ടപ്പെടും എന്നുള്ള വേവലാതിയല്ലേ. അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. നല്ലൊരു ജീവിതം അച്ഛൻ കൊണ്ടിരുന്നെങ്കിൽ അതിനങ്ങോട്ട് സമ്മതിച്ചാരെന്ന് പറയണം. എന്നാലും എനിക്ക് എന്തിനാ ഇനി എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കുന്നേ? ആർക്ക് വേണ്ടി കാത്തിരിക്കാനായിട്ടാ? നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്താ ജീവിക്കണം. ഇനിയിപ്പോ ആർക്കും വേണ്ടി കാത്തിരിക്കണ്ട. ചിപ്പിമോളെ കിട്ടില്ല എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട മനസ്സിൽ. കാരണം ഇതല്ലെങ്കിൽ വേറൊരു കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇല്ല ചേച്ചിക്ക് അറിയാലോ എന്ന് പറയണം. എനിക്കറിയാം, എന്നാലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിനക്കായി ദൈവം ഒരു കുഞ്ഞിനെ തരുമെന്ന എന്റെ മനസ്സ് പറയണേ എന്നൊക്കെ പറയണം. ശരി ചേച്ചി, ഞാനിവിടെ കുറച്ച് തിരക്കില്ല, ഞാൻ പിന്നീട് വിളിക്കാന്ന് പറയണേ. ശരിയെന്നും പറഞ്ഞിട്ട് അക്ഷിത കോള് കട്ട് ചെയ്യണം. ഈ സമയം ഇഷിത ആലോചിച്ചു, ഒരു പക്ഷെ തന്റെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ചിപ്പിമോളെ തനിക്ക് നഷ്ടമാവും. ചിപ്പിമോളെ കാണാൻ പോലും പറ്റില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു നഷ്ടം തന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അതൊക്കെ ഓർത്ത് വളരെ സങ്കടപ്പെട്ട ഇഷിത ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണേ. പിന്നീട് പതിവ് പോലെ തന്നെ രാമനാഥനും മാഷും കൂടെ താഴെ ഗാർഡനിലെങ്കിൽ സംസാരിക്കാനായിട്ട് വരുവാണ്. അങ്ങനെ വന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇഷിതയുടെ മഹേഷിന്റെയും കാര്യം അവർ എടുത്തിടുവാണ്. ഈ സമയം മാഷ് പറഞ്ഞു, ഇഷിതയുടെ സൂചിപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ, പക്ഷെ ആളാരാന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാണ്. അവളൊരു കല്യാണത്തെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നില്ല, പിന്നെ ആലോചിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും രാമനാഥനും പറഞ്ഞു, ഞാനും മോനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ചിപ്പിമോളുടെ നല്ല ഭാവിയെ ഓർത്തിട്ട് ഒരു കല്യാണത്തിന് സമ്മതിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം ആവും സക്സസ് ആവുന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു, അത് ശരിയാ, രണ്ടുപേരും നമ്മൾ ഒരേ പ്രതിസന്ധി തന്നെയാ.
പക്ഷേങ്കിൽ അവർ രണ്ടുപേരുടെ കല്യാണം എന്ന് പറഞ്ഞാൽ വീട്ടുകാർ പോലും ചിലപ്പോൾ സംഭവിച്ചെന്ന് വരത്തില്ല, നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന പറയാം. ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഇപ്പത്തെ ആൾക്കാരത്തേക്ക് നമുക്ക് ഈ കാര്യം പറയണ്ട, അവരാദ്യം സമ്മതിക്കുമെന്ന് നോക്കട്ടെ, എന്നിട്ട് വന്ന് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാനെന്ന് പറയാം. അത് ശരിയാ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറയണം. ആ സമയം ചിപ്പിമോള് മുറിയിലിരിക്കുകയാണ്. ചിപ്പിമോളുടെ അടുത്തേക്ക് രചന കയറി വന്നു. രചന വന്നിട്ട് ചോദിച്ചു, മോൾക്ക് ഇഷ്ടമായോ ഇന്ന്? ചിപ്പിമോളുടെ കൂട്ടുകാരൊക്കെ വന്ന് ചിപ്പിമോൾക്ക് ഇഷ്ടമായെന്ന് ചോദിക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് പറയണ. അല്ല, ചിപ്പിമോൾക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കിയത് ആരാന്നറിയാവോ? ചിപ്പിമോളുടെ അങ്കിളാന്ന് പറയണേ. ഇനി മോളുടെ അങ്കിളല്ല, ഇനി മുതൽ ഡാഡിയാന്ന് പറയണേ. എന്റെ ഡാഡി അതല്ല, എന്റെ ഡാഡി മഹേഷാന്ന് പറയണം. ഇതേ മോളെ, ഇനി അല്ല, ഇത്രയും നാളും മോളുടെ ഡാഡി മഹേഷായിരുന്നു, പക്ഷെ ഇനി ഈ അങ്കിളാണ്, ആകാശങ്കളാണെന്ന് പറയണം. വേണ്ട, എനിക്ക് ആ അങ്കിളിനെ ഇഷ്ടമില്ല, അങ്കിള് ചീത്തയാന്ന് പറയാം. അങ്ങനൊന്നും മോള് പറയരുത്, മോൾക്ക് വേണ്ടിയിട്ട് ഇത്ര സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഒരുക്കി തന്നല്ലേ, അപ്പൊ മോള് ഇതേ അങ്കിളിനെ അങ്ങനെ ചീത്ത പറഞ്ഞാൽ കൊള്ളാവോ? അത് ബാടെ പിള്ളേരല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ചിപ്പിമോള് പറഞ്ഞു, വേണ്ട, എനിക്കിഷ്ടമില്ല, എനിക്ക് ഇവിടെ നിൽക്കാനും ഇഷ്ടമില്ല, എനിക്ക് എന്റെ ഷിയാമ്മയുടെ അടുത്ത് പോയാൽ മതി, എനിക്ക് എന്റെ ഡാഡിയുടെ അടുത്ത് പോയാൽ മതി എന്ന് പറയാം. മോൾ എങ്ങനെ വാശി പിടിച്ചിട്ട് അമ്മയ്ക്ക് സങ്കടാവൂലേ? മോൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരാനായിട്ട് ഇതെടുത്ത് അങ്കിളും ഞാനൊക്കെ ഇല്ലേന്ന് ചോദിക്കാം. മോള് ഞാൻ പറഞ്ഞ അനുസരിക്കില്ലെന്ന് ചോദിക്കാം. ഇനി അടുത്ത ദിവസം മോളെ അന്ന് പോയാൽ കോടതിയിലേക്ക് കൊണ്ടു, അവിടെ ചെന്ന് മോളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ആരുടെ കൂടെ പോകാൻ ആഗ്രഹം എന്ന് ചോദിച്ചാൽ മോൾ എന്ത് പറയും? ഞാൻ പറയും, എനിക്കെന്റെ ഷിയാമ്മയുടെ പോയാൽ മതി, അല്ലെങ്കിൽ എന്റെ ഡാഡിയുടെ പോയാൽ മതി എന്ന്. അങ്ങനെ പറയരുത്, മോള് പറയണേ അമ്മയുടെ കൂടെ പോണെന്ന് ആഗ്രഹമെന്ന്. കാരണം അമ്മ മോൾക്ക് വേണ്ടി എന്തൊക്കെ സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുന്ന അറിയാവോ? കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെയാണെങ്കിൽ മോൾക്ക് കൂട്ടുകൂടാനായിട്ട് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. വീട്ടിൽ ചെന്ന പിന്നെ അതൊന്നും ഇല്ലല്ലോ. ഈ സമയം ചിപ്പി ഒന്ന് ആലോചിച്ചു, ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ തനിക്ക് അതിനേക്കാളും കൂടുതൽ വേണ്ടേ ഷിയാമ്മയാണ്. ഷിയാമ്മേനെയും വേണം, തന്റെ ഡാഡീനെയും വേണം. ഒന്നും മിണ്ടായിരിക്കുന്നപ്പോ രജനി ചോദിച്ചു, എന്താ മോൾ എന്താ ഒന്നും മിണ്ടാത്തെന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് പറയണം. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ മോൾ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്യുവാണ് ചിപ്പിമോളെ. ചിപ്പിമോളൊന്നും മിണ്ടിയില്ല. ചിപ്പിമോൾ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക. ഈ സമയത്ത് എന്താ മോൾ എന്താ മിണ്ടാത്തെന്ന് ചോദിക്കുക. ഒന്നുമില്ലാന്ന് പറയാണ്. പിന്നീട് പതിവ് പോലെ തന്നെ ഇഷിത രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങണ സമയത്താണ് അവിടെ വെച്ച് മഹേഷിനെ കാണുന്നത്. മഹേഷിനെ കണ്ടതും ഇഷിത എന്ത് ചെയ്യണം, ഇഷിത ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും മഹേഷ് വന്നിട്ട്, അതെ ഇന്നലെ ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, എന്റെ പാർക്കിംഗ് കയറ്റി ഇടുന്നത് നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, അതെ അവിടെ ഞാൻ പാർക്ക് ചെയ്തില്ല, ഞാൻ എത്ര മാറ്റില്ലേ ഇട്ടിരിക്കുന്നു ചോദിക്കുക. ഇത് എന്റെ സ്പേസാ, അവിടെ ഇടല്ലെന്ന് പറയണം എന്നും പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വഴക്കുണ്ടാക്കുവാണ്. ഈ സമയം ഇഷിത പറഞ്ഞു, ഇത് വലിയ ബുദ്ധിമുട്ടായല്ലോ, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ ഈ സ്വഭാവം ഇത്ര വൃത്തിയുടെ സ്വഭാവം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്ന് പറയാം. ഇത് കേട്ടോ മഹേഷ് പറഞ്ഞു, പിന്നെ നിന്റെ സ്വഭാവം നല്ല ഫസ്റ്റ് സ്വഭാവമുള്ളൂ എന്ന് പറയാണ്. ഇഷിത പറഞ്ഞു, എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പമിരിക്കുന്നത്, വെറുതെ അല്ല നിങ്ങളെ കല്യാണം പോലും നടക്കാത്തെന്ന് മഹേഷിനോട് പറയാം. ഇത് കേട്ട മഹേഷ് പറഞ്ഞു, പിന്നെ നിന്റെ കല്യാണം നടക്കൂല്ലോ, നോക്കിയിരുന്നു, ഇപ്പൊ നിന്നെ കെട്ടാനായിട്ട് ആരണ്ട് വരുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ട ഇഷിത പറഞ്ഞു, എന്നെ കെട്ടാൻ ആരെങ്കിലും വരുവോ വരാതിരിക്കോ ചെയ്തോട്ടെ, നിങ്ങളെ കെട്ടാൻ ആര് വരാനോ, ഒരു പെണ്ണും വരത്തില്ല, വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തൊലഞ്ഞു തന്നെ കൂട്ടിയാൽ മതി, അതുകൊണ്ട് ഒരിക്കലും അവള് വരത്തില്ല എന്ന് പറയണം. ഇത് കേട്ടിട്ട് മഹേഷ് പറഞ്ഞു, നമുക്കെന്നാ കാണാന്ന് പറയണം. ശരി കാണാന്ന് പറയാം. പരസ്പരം രണ്ടുപേരും വെല്ലുവിളിക്കണം. പിന്നീട് ഇഷിത കാറ് കൊടുത്തോണ്ട് അങ്ങോട്ട് പോകണം. അങ്ങനെ പോണ സമയത്ത് ഇഷിതയുടെ മനസ്സിലേക്ക് ദേഷ്യം അടിച്ചു കയറി. അച്ഛൻ പറഞ്ഞ തന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് ഇനിയിപ്പോ എന്തിനാ ഇയാളോട് അവൾ വാശി തീർക്കണം, ഏതേലും ആരാണെങ്കിലും കുഴപ്പമില്ല. പിന്നീട് മാഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു ചോദിക്കും. അതെ എനിക്ക് സമ്മതമാന്ന് പറയണേ. ഇത് കേട്ടോ മാഷ് ചോദിച്ചു, മോളെ അതെ, അല്ല മോൾക്ക് ആളാരെന്ന് അറിയണ്ട, ആരാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സമ്മതമാന്ന് പറയണം. ഇനി ഇത് ഞാൻ വേറൊന്നും പറയുന്നില്ല, അച്ഛന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ച് ചെയ്തോളാൻ പറയണം. ഈ സമയം മഹേഷ് വീട്ടിലേക്ക് രാമനാഥനെ വിളിക്കുകയാണ്. രാമനാഥനെ വിളിച്ചിട്ട്, അല്ല അച്ഛന്റെ കല്യാണക്കാരും പറഞ്ഞില്ലായിരുന്നോ, അച്ഛന്റെ ഫ്രണ്ടിന്റെ മോള്? പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ബന്ധം അങ്ങോട്ട് ഉറപ്പിച്ചോ, എനിക്ക് സമ്മതമാണെന്ന് പറയണം. ഇത് കേട്ടും രാമനാഥൻ ചോദിച്ചു, സത്യമാണോ മോനെ നീ പറയണേന്ന് വെക്കും. ഞാൻ സത്യം വെച്ചാ പറയണേ, ഇനി എനിക്കിപ്പോ വേറെ ഒന്നും നോക്കാനില്ല, ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് പറയണം. പിന്നീട് ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേനും എന്തെന്നല്ലാത്തൊരു സന്തോഷം രാമനാഥന് തോന്നി. രാമനാഥൻ നേരെ മാഷിനെ വിളിക്കണം. മാഷിനെ വിളിച്ച് പുറത്തിറക്കിയിട്ട് അതെ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാം. എന്ത്? മഹേഷ് കല്യാണത്തിന് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടത് മാഷ് പറഞ്ഞു, ഇഷിതയെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചവിടെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അല്ല കാര്യങ്ങളൊക്കെ അവരറിയണ്ടേന്നിരിക്കും. തൽക്കാലത്തേക്കൊന്നും അറിയണ്ട, ഇപ്പോഴറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, നമുക്ക് അനുമതി തന്നേക്കുന്നല്ലേ, കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ. കാരണം ഇപ്പോഴറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടും കൂടെ വീണ്ടും അടിച്ചു പിരിയും, അത് ശരിയാകത്തില്ല. അവസാന നിമിഷം അറിഞ്ഞാൽ മതി, കല്യാണമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം അറിഞ്ഞാൽ മതി, അവർക്ക് പിൻവാങ്ങാനുള്ള സമയം ഒട്ടും കൊടുക്കരുതെന്ന് പറയാണ്. അത് കേട്ടത് മാഷ് പറഞ്ഞു, അത് ശരിയാ, രണ്ടുപേരെ ഒന്നിപ്പിക്കാനായിട്ട് ഇതല്ലാതെ വേറൊരു മാർഗവും കാണുന്നില്ല എന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.